നമ്മൾ ഇന്ന് നീന മാത്യുവിൻ്റെ ഏകാന്തതയിലെ മഴ എന്ന രചനയിലെ ഒരു ഭാഗത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ പങ്കുവച്ച ഈ ഭാഗം ശരിക്കും പറഞ്ഞാൽ ഏകാന്തത, പിന്നെ ഓർമ്മകൾ, മഴയുടെ ഒരു ഫീൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഇതിൽ കഥ തുടങ്ങുന്നത്. അതായത് ഈ ഭാഗം തുടങ്ങുന്നത് കഥാഖ്യാതാവ് ജനലിലൂടെ മഴ കാണുന്നൊരു സീനിലാണ്. പുറത്ത് പൂന്തോട്ടത്തിലൊരു പനിനീർ പൂവ്, അത് മഴയത്തിങ്ങനെ എന്തോ ഒരു നൃത്തം ചെയ്യുന്ന പോലെ. ഓക്കെ, നമുക്കിതിലേക്കൊന്ന് കടന്നാലോ? തീർച്ചയായും. ഇവിടെ എനിക്ക് തോന്നിയൊരു രസകരമായ കാര്യം പ്രകൃതിയും മനുഷ്യന്റെ വികാരങ്ങളും തമ്മിൽ എങ്ങനെ ഒരു കണ്ണാടി പോലെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അതായത് പനിനീർ പൂവിന് മഴയോടൊരിഷ്ടം, ഒരു പ്രണയം, അങ്ങനെയൊക്കെ ആഖ്യാതാവ് ചിന്തിക്കുന്നു. മഴയുടെ ശബ്ദം ഒരു സംഗീതം പോലെ ആ നൃത്തത്തിന് താളം കൊടുക്കുന്നു എന്നൊക്കെ. ശരിയാണ്. അത് വെറുമൊരു കാഴ്ചയല്ല അല്ലേ, അതിനപ്പുറം ഒരു ഫീലിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ വജ്രക്കല്ലുകൾ തീർത്ത ജാലകം എന്നൊരു പ്രയോഗം, അത് ഒരുപക്ഷെ മഴത്തുള്ളികൾ ഇങ്ങനെ ഗ്ലാസിൽ പറ്റിയിരിക്കുന്നതുകൊണ്ടാവാം അല്ലേ? അതെ അതെ, നല്ലൊരു ഇമേജറിയാണത്. എന്നിട്ട് ആഖ്യാതാവ് ചോദിക്കുന്നു, അല്ലെങ്കിൽ ചിന്തിക്കുന്നു, എന്താകും പനിനീർ പുഷ്പം മഴയോടിപ്പോൾ പറയുന്നത്? മഴ തിരിച്ചും. ഈ ഒരു ചിന്ത പ്രകൃതിക്ക് നമ്മളും മനുഷ്യരുടെ വികാരങ്ങൾ കൊടുക്കുന്നത് പോലെയാണ്. അപ്പോ ആ കാഴ്ചയ്ക്ക് ഒരു ഡെപ്ത് വരുന്നുണ്ട്. ശരിയാണ്, വെറും ഭംഗി മാത്രമല്ല. അതെ. പക്ഷേ പെട്ടെന്ന് തന്നെ ശ്രദ്ധ അങ്ങോട്ട് മാറുന്നു, പുറത്തു നിന്നും അകത്തേക്ക്, സ്വന്തം ചിന്തകളിലേക്ക്. ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് വെറുതെ ഓർത്തുപോയി എന്നൊരു വരി. ഇവിടെ ഈ നിങ്ങൾ എന്ന് പറയുന്നത് അതാരായിരിക്കും? ഒരു മിസ്റ്ററി പോലെ അവിടെ നിൽക്കുന്നുണ്ടല്ലേ? അതെ. ചിലപ്പോ ഇത് കേൾക്കുന്ന നിങ്ങളോടാവാം, അല്ലെങ്കിൽ മനസ്സിലുള്ള ചിലപ്പോ അകലെയുള്ള ഒരാളോടാവാം. ആ ഓർമ്മ വരുമ്പോഴുള്ളൊരു പ്രതികരണം, അറിയാതെ ഉതിർന്നു വീണ ഒരു ദീർഘനിശ്വാസം. അതാണ്. അവിടെയാണ് മഴയുടെ റോള് വരുന്നത്. മഴ വെറും ബാക്ക്ഗ്രൗണ്ട് അല്ല, അത് ഓർമ്മകളെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടുവരുന്ന ഒരു ട്രിഗർ പോലെയാണ്. ശരിയാണ്. എന്നിട്ട് ആ ദീർഘനിശ്വാസത്തെ ബാല്യത്തിൽ എനിക്ക് നഷ്ടമായ ഒരു ഓർമ്മ പോലെ എന്ന് പറയുന്നു. ആ നഷ്ടബോധം, അത് മഴയുമായിട്ട് എപ്പോഴും ഒരു ബന്ധം കാണാറുണ്ട് പല എഴുത്തുകളിലും. അതെ, പഴയ ഓർമ്മകൾ, നഷ്ടങ്ങൾ ഒക്കെ മഴ വരുമ്പോൾ ഓർക്കുന്നത് സ്വാഭാവികമാണല്ലോ. തീർച്ചയായും. ഇവിടെയാണിത് കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആകുന്നത് എന്ന് തോന്നുന്നു. പുറത്ത് മഴയൊക്കെ പെയ്തു തോർന്നു, പക്ഷേ കഥാഖ്യാതാവ് അപ്പോഴും പഴയ ഓർമ്മകളുടെ വലയിൽ കുരുങ്ങി എന്നാണ് പറയുന്നത്. ജനലഴിയിൽ പിടിച്ച് ഏകനായി നിൽക്കുന്നു. അതെ, ആ വ്യത്യാസം ശ്രദ്ധിക്കണം. പുറത്ത് ശാന്തമായി, പക്ഷെ അകത്ത് മനസ്സിൽ ഓർമ്മകൾ അപ്പോഴും പെയ്യാണ്. ഇവിടെ ഏകാന്തത എന്ന് പറയുന്നത് വെറുതെ തനിച്ചിരിക്കുന്നൊരവസ്ഥയല്ല, ഓർമ്മകളിലെ ഇങ്ങനെ പെട്ടുപോയ ഒരുതരം സ്റ്റക്കായ ഒരു മാനസികാവസ്ഥയാണ്. ശരിയാണ്, ഫിസിക്കലായ ഒറ്റപ്പെടലല്ല. അല്ല. ഭൂതകാലത്തിൽ ജീവിക്കുന്ന പോലെ മഴ മാറിയാലും ആ ഓർമ്മയുടെ മഴ മാറുന്നില്ല. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഏകാന്തത ചിലപ്പോൾ പുറം ലോകവുമായുള്ള ബന്ധം പോകുമ്പോഴല്ല, സ്വന്തം ഓർമ്മകളുമായി വല്ലാതെ അടുക്കുമ്പോഴാണ് കൂടുന്നത്. നിങ്ങൾക്കെപ്പോഴെങ്കിലും മഴയത്ത് ഇങ്ങനെ പഴയ ഓർമ്മകൾ ഒരു ഭാരം പോലെയായി മാറിയിട്ടുണ്ടോ? ഒരു നല്ല ചോദ്യമാണ്. അപ്പോ ഇതിൻ്റെയൊക്കെ ഒരു ആകെ തുക എന്താണ്? ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? മഴയുടെ ഒരു ഭംഗിയുണ്ട്, അതേസമയം അത് ഉള്ളിലുണ്ടാക്കുന്ന ഓർമ്മകളുടെയും ഒരു ഏകാന്തതയുടെയും ഒരു ഭാരം, അല്ലേ? അതെ. മഴ പോയിട്ടും ആ ഫീല്, ആ ഓർമ്മയുടെ നനവ് മനസ്സിൽ ബാക്കി നിൽക്കുന്നു. കഥാഖ്യാതാവ് ഓർമ്മകളുടെ വലയിൽ ഏകനായി നിൽക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ ഈ ഭാഗം നിർത്തുന്നത്. ഇത് ശരിക്കും നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മഴ പെയ്യുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? സന്തോഷമുള്ള ഓർമ്മകളാണോ? അതോ നഷ്ടബോധമാണോ? അതോ ഇതുപോലെ നിങ്ങളെ ഇപ്പോഴുള്ള നിമിഷത്തിൽ നിന്ന് അടർത്തി